ട്രാപ്പ് മനോജ് നൈറ്റ് ശ്യാമളൻ സംവിധാനം ചെയ്ത് ജോഷ് ഹാർഡ്നെറ്റ് നായകനായിട്ട് വന്ന പുതിയ ഇംഗ്ലീഷ് ത്രില്ലർ ചിത്രമാണിത്. ഇന്ന് ഈ സിനിമയെക്കുറിച്ച് നമുക്കറിയാം, യുണീക്ക് ആയിട്ടുള്ള കഥകളുടെ തമ്പുരാനാണ് മനോജ് നൈറ്റ് ശ്യാമളൻ. ഇവിടെയും പതിവ് തെറ്റിച്ചിട്ടില്ല. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലോട്ടുമായിട്ടാണ് ഇപ്രാവശ്യവും വന്നിട്ടുള്ളത്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ സിനിമയെ പറ്റി ഒന്നും അറിയാതെ തന്നെ ഈ പടം കാണാൻ ശ്രമിക്കുക. ഇതിന്റെ ട്രെയിലർ പോലും നിങ്ങൾ കാണരുതെന്ന് ഞാൻ പറയും. കാരണം ഈ സിനിമയുടെ കഥയെക്കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ സ്പോയിലർ ആയിട്ട് ട്രെയിലറിൽ പോലും വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ റിവ്യൂസ് ഒന്നും നിങ്ങൾ നോക്കാനും പോകരുത്. മിക്ക റിവ്യൂവിലും അവരുടെ തംബ്നെയിൽസിൽ പോലും സ്പോയിലർ ആണ് എന്നുള്ളതാണ് സത്യം. പക്ഷെ മിക്കവാറും ഓൾറെഡി എല്ലാവരും ഇപ്പോൾ ഇതിന്റെ കഥ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ സ്പോയിലർ ഇല്ലാതെ പടത്തിന്റെ പ്ലോട്ട് എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഒരു അച്ഛനും 12 വയസ്സുള്ള മകളും കൂടി, മകൾ വളരെയധികം ആരാധിക്കുന്ന ഒരു ഗായികയുടെ സംഗീത നിശ കാണാൻ പോകുന്നതും തുടർന്ന് അവിടെ നടക്കുന്ന അവിശ്വസനീയമായിട്ടുള്ള സംഭവങ്ങളുമാണ് പടത്തിന്റെ കഥ. ഇപ്പൊ എന്താ പറയാ, ഒരു ബ്ലഡ് ഷെഡിങ് സീൻസോ അല്ലെങ്കിൽ ബ്രൂട്ടൽ രംഗങ്ങളോ ഒന്നുമില്ലാതെ, കാർ ചേസോ ഫൈറ്റ് സീൻസോ അങ്ങനെ ഒന്നുമില്ലാതെ ഒരുക്കിയ പടം സ്റ്റിൽ ഇത് ത്രില്ലിംഗ് ആണ്. അതും ഫസ്റ്റ് ഹാഫ് നല്ല ടെൻഷൻ ബിൽഡിംഗ് ആണ് തന്നെ പറയാം. കൂപ്പർ എന്ന അച്ഛൻ കഥാപാത്രത്തിൽ ജോഷ് ഹാർഡ്നെറ്റിന്റെ കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു. നമ്മൾ പുള്ളിയുടെ കൂടെ ആയിരിക്കും എപ്പോഴും, അത് അങ്ങനെയാണ്. അത്രയ്ക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ക്ലൈമാക്സ് എന്ന് വെച്ചാൽ ആ ഒരു ലാസ്റ്റ് സീനിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ചിരിയൊക്കെ. മകളായിട്ട് വന്ന ഏരിയൽ ഡൊണാഹ്യൂവും കൊള്ളാം. പതിവ് പോലെ സംവിധായകൻ ഒരു ക്യാമിയോ റോളിൽ പടത്തിലും വരുന്നുണ്ട്. പടത്തിന്റെ ക്യാമറ, എഡിറ്റിംഗ്, ലൊക്കേഷൻ ഒക്കെ നൈസ് ആണ്. പടത്തിൽ കുറെ പാട്ടുകളുണ്ട് കേട്ടോ. മ്യൂസിക് നൈസ് തന്നെയാണ്. മനോജ് നൈറ്റ് ശ്യാമളന്റെ മകൾ സലേഖയാണ് ഇതിന്റെ ട്രാക്കുകൾ ഒരുക്കിയിട്ടുള്ളത്. പുള്ളിക്കാരി തന്നെയാണ് പാടിയിട്ടുള്ളത്. കൂടാതെ ഇതിൽ ഗായികയായിട്ട് അഭിനയിച്ചതും സലേഖ തന്നെയാണ്. മ്യൂസിക് ഒക്കെ കിടുവായിരുന്നു. സ്റ്റേജിൽ സിംഗറായിട്ട് പെർഫോം ചെയ്യുന്നതൊക്കെ നൈസായിട്ട് തന്നെ പുള്ളിക്കാരി ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ സലേഖയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കാര്യമായിട്ട് തന്നെ പെർഫോം ചെയ്യാനുണ്ട്. അവിടെ അതത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. സോ പുള്ളിക്കാരിയുടെ മ്യൂസിക് കൊള്ളാം, ആക്ടിങ്ങിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാനുണ്ട് എന്ന് തോന്നി. പടം ഫസ്റ്റ് ഹാഫ് ആ ഒരു സ്റ്റേജിലുള്ള അത്രയും ഭാഗം കിടുവായിരുന്നു, ത്രില്ലിംഗ് ആയിരുന്നു, അതുപോലെ തന്നെ ടെൻഷൻ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷെ കഥ സ്റ്റേജിൽ നിന്നും വിട്ടതോടെ വളരെ ഫ്ലാറ്റ് ആയിപ്പോയി എന്ന് പറയാം, അല്ലെങ്കിൽ വളരെ സാധാരണമായി പോയി. അതുപോലെ തന്നെ നമുക്ക് ഇമോഷണൽ കണക്ഷൻ പലയിടത്തും കാര്യമായിട്ട് വരുന്നില്ല എന്നുള്ളതും പടത്തിന്റെ ഒരു പ്രശ്നമായിട്ട് തോന്നി. സോ ആകെ മൊത്തം ടോട്ടലിൽ അത്ര മോശം പടമൊന്നുമല്ല. വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ട്, കിടുവായിട്ടുള്ള ഫസ്റ്റ് ഹാഫ്, അതുപോലെ നായകന്റെ കിടിലൻ പെർഫോമൻസ്, ഇതെല്ലാം കൊണ്ട് ഒരു വൺ ടൈം വാച്ചബിൾ ഡീസന്റ് ത്രില്ലറാണ് ട്രാപ്പ്. ത്രില്ലർ പ്രേമികൾക്കും മനോജ് നൈറ്റ് ശ്യാമളൻ ഫാൻസിനും പടം ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വെറൈറ്റി പ്ലോട്ട് കൊണ്ട് പടം ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം പടം ഇപ്പോൾ ഡീറ്റെയിലി അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ശരിയെന്ന്.